ഓക്കെ, സോ ഐക്കു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഐക്കു എന്ന ബ്രാൻഡിന്റെ ഫോണുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഗെയിമിംഗ് അല്ലെങ്കിൽ പെർഫോമൻസ് ബീസ്റ്റ്, വാല്യൂ ഫോർ മണി പെർഫോമൻസ്. എന്നാൽ ഈ ഐക്കു 15 കഴിഞ്ഞ് ഒരു മാസമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു നഗ്ന സത്യം എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് നോട്ട് എ ഗെയിമിംഗ് ഫോൺ, അല്ലെങ്കിൽ ഇത് ഗെയിമിംഗ് ഫോൺ മാത്രമല്ല. അപ്പോൾ എന്താണ് എന്നറിയാൻ വേണ്ടി ഈ വീഡിയോ ഫുള്ള് കാണേണ്ടി വരും. ഏകദേശം 72,000 രൂപ കൊടുത്ത് ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ ഇത് ഗെയിമേഴ്സിന് വേണ്ടിയുള്ള ഫോണാണോ, അത് വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയാണോ, ക്യാമറ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയാണോ? കാരണം ഈ പ്രൈസ് പോയിന്റിൽ പെർഫോമൻസ് മാത്രം ഉണ്ടായാൽ പോരാ, മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലും ഷൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഫോണിനെ ഒരു കംപ്ലീറ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. എനിവേ എല്ലാം ഷെയർ ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഐക്കൂടെ ഒരു ഫോൺ ആയതുകൊണ്ട് ഫസ്റ്റ് എന്തായാലും പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കണം. സോ റോ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു സംശയം, ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വേണ്ട. പ്യൂർ റോ പെർഫോമൻസ് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ക്വാൾകോമിന്റെ ഏറ്റവും പവർഫുൾ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ചിപ്സെറ്റുമായാണ് വരുന്നത്. അത് നോർമൽ യൂസ് ആണെങ്കിലും ഗെയിമിംഗ് ആണെങ്കിലും ഞാൻ ശരിക്കും ഗെയിമിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. BGMI കുറേ നേരം കളിച്ച് നോക്കി, മൾട്ടിപ്പിൾ ദിവസങ്ങളിൽ കളിച്ച് നോക്കി. ഓക്കെ, 120 FPS അൺലോക്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈസിലി നിങ്ങൾക്ക് 110 to 120 FPS ആവറേജ് കിട്ടുന്നുണ്ട്. വലിയ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ആണ് കിട്ടിയത്. അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി ആണെങ്കിലും ആസ്ഫാൾട്ട് പോലുള്ള ഗെയിംസ് ആണെങ്കിലും ഈവൻ ഹെവി ഗെയിംസ്, ഫോർ എക്സാമ്പിൾ ഗെൻഷിൻ ഇമ്പാക്ട് ആണെങ്കിലും അവിടെയും ഈസിലി 58-59 ആവറേജ് FPS കിട്ടുന്നുണ്ട്. സോ നല്ല പെർഫോമൻസ് തരുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ പറയുന്ന പെർഫോമൻസ് നല്ല സ്റ്റേബിളായ രീതിയിലാണ് തരുന്നത്. ഇനീഷ്യലി യൂസ് ചെയ്തപ്പോൾ, അതായത് അൺബോക്സിംഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, അതായത് ചെറിയൊരു ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്ഡേറ്റിലൂടെ ഐക്കൂടെ അതും വലിയൊരു പോസിറ്റീവ് പോയിന്റ് ആണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് അയച്ച് അവർ ഫിക്സ് ചെയ്യാറുണ്ട്. ഇവിടെ ആ ഹീറ്റിംഗ് കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് ബാലൻസ് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം ഹെവി ഗെയിംസ്, ഫോർ എക്സാമ്പിൾ ഗെൻഷിൻ ആണെങ്കിലും വിതറിംഗ് വേവ്സ് ആണെങ്കിലും അവിടെ ഒന്നും ഹീറ്റിംഗ്, അതായത് കളിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓവർ ഹീറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തില്ല. ഈവൻ ഫോൺ ഔട്ട്ഡോർ കൊണ്ടുപോയപ്പോഴും, ഞാൻ ആക്ച്വലി ഈ ഫോൺ ഡൽഹി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ അവിടെ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്യാം, നൈറ്റ് ഫോട്ടോ, ഡേ ടൈം ഫോട്ടോസ്. സോ പുറത്ത് വെയിലത്ത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോഴും അനാവശ്യമായിട്ടുള്ള ഹീറ്റിംഗ്, യെസ് ചെറിയൊരു വാം എന്തായാലും ഉണ്ടാവുമല്ലോ, ചെറിയൊരു ഇളം ചൂട് എന്തായാലും ഫീൽ ചെയ്യും. അത് എല്ലാ ഫോൺസിലുണ്ട്. പക്ഷേ അതുകൊണ്ട് ഭയങ്കര സ്റ്റട്ടർ വരുന്നു, ലാഗ് ആവുന്നു, അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. എന്നാൽ എന്നെ ഇംപ്രസ് ചെയ്ത മറ്റൊരു ഫീച്ചർ എന്താണെന്നറിയാം? ഈ ഫോണിലുള്ള ഡിസ്പ്ലേ. ഇറ്റ്സ് എൻ അമേസിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ. അറിയാലോ, സാംസങ്ങിന്റെ ആ ഒരു M14 പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2K ഡിസ്പ്ലേ ആണ്. നോർമലി ഈ പ്രൈസ് സെഗ്മെന്റിൽ മിക്ക എല്ലാ ബ്രാൻഡുകളും 1.5K മാറുന്നുണ്ട്. പക്ഷേ ഐക്യു ഈ ഫോണിൽ 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് ഈ പ്രൈസ് പോയിന്റിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോസ് കാണുമ്പോഴും ഫോട്ടോസ് കാണുമ്പോഴും കോണ്ടന്റ് കൺസ്യൂം ചെയ്യുമ്പോഴും, അത് യൂട്യൂബ് ആയിക്കോട്ടെ, OTT പ്ലാറ്റ്ഫോംസ് ആയിക്കോട്ടെ, നോർമൽ യൂസ് ചെയ്യുമ്പോഴൊക്കെ ശരിക്കും ഇതിന്റെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ബ്രൈറ്റ്നസ് നല്ലോണം ഉണ്ട്. ഔട്ട്ഡോർ ഇൻഡോർ എവിടെ ഉപയോഗിച്ചാലും ഇറ്റ്സ് എ സൂപ്പർ ബ്രൈറ്റ് ഡിസ്പ്ലേ. സോ ഭയങ്കര വെയിലാണ്, വെട്ടമാണോ, ഒന്നും കാണാൻ കഴിയുന്നില്ല, അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ലൈറ്റ് കുറവുള്ള സാഹചര്യങ്ങളിൽ, അതായത് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഫോണൊക്കെ നോക്കാറുണ്ടല്ലോ, അങ്ങനെ നോക്കുന്നത് അത്രയും ശരിയല്ല, പക്ഷേ എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. ആ സമയത്ത് നമുക്ക് ബ്രൈറ്റ്നസ് കുറവാണ് വേണ്ടത്. അവിടെ ഭയങ്കരമായിട്ട് കത്തി നിന്ന കണ്ണൊക്കെ എന്തോ പോലെ ഇരിക്കും. സോ അവിടെ നമുക്ക് ബ്രൈറ്റ്നസ് ശരിക്കും കുറയ്ക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു 1 nit വരെയൊക്കെ പോകുന്നുണ്ട് എൻ്റെ ബ്രൈറ്റ്നസ്. പിന്നെ HDR10+, ഡോൾബി വിഷന് വേണ്ടിയുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ഡിസ്പ്ലേ ആണ്. പിന്നെ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് തന്നിരിക്കുന്നത്. എൻ്റെ ഉപയോഗത്തിൽ ഒരു തവണ പോലും ഫിംഗർ പ്രിൻറ്റ് വർക്കാവുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ ഗ്ലിച്ചൊക്കെ വരുന്ന സംഭവം, അതൊന്നും ഞാൻ ഇവിടെ ഫേസ് ചെയ്തില്ല. എല്ലാം നല്ല സ്മൂത്തിൽ തന്നെ വർക്കാവുന്നുണ്ട്. ഐക്യു നോർമലി അവരുടെ ചില ഫോൺസിൽ ഗെയിമിംഗ് വൈബിന് വേണ്ടി ഭയങ്കര ഒരു അറിയാലോ, ഒരു സ്ട്രിപ്സും കാര്യങ്ങളും ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ഡിസൈൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഐക്യു 15 വളരെ സിമ്പിൾ ഡിസൈൻ ആണ് വരുന്നത്. യെസ്, ഐക്യുടെ ഒരു ട്രേഡ് മാർക്ക് ഡിസൈൻ ഉണ്ടല്ലോ, ഐക്യു 13 വന്നിട്ടുള്ള അതേ ഡിസൈനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു കർവ്ഡ് സ്ക്വയർ ക്യാമറ മോഡിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഇത്രയും ദിവസം കവർ ഒന്നും ഇല്ലാതെയാണ്, അറിയാലോ, ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ കവർ ഉപയോഗിക്കാറില്ല, സ്ക്രീൻ പ്രൊട്ടക്ടർ ഉപയോഗിക്കാറില്ല. ഓക്കെ, അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. സ്ക്രാച്ച് ഇല്ല, ഡെൻറ്റ് ഇല്ല, ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അവിടെ ഇവിടെ ചെറുതായിട്ട് വീണിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു മാർക്ക് ഇവിടെ അവിടെയൊക്കെ ഉണ്ടാവും ഫ്രെയിമിൽ, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. പിന്നെ ക്യാമറ മോഡലിന് ചുറ്റും ഡൈനാമിക് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഐക്യു 13 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സട്ടൽ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അത്രയും ഭയങ്കര ഗ്ലോ ഇല്ല, പക്ഷെ അറിയാൻ പറ്റും അത് അവിടെ ഉണ്ട്. പിന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന IP68 റേറ്റിംഗ് പ്ലസ് IP69 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഐക്യു 15 സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അങ്ങനെ വലിയ കംപ്ലൈൻസ് ഒന്നുമില്ല. ചില സജഷൻസ് ഉണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ലേറ്റസ്റ്റ് Android 16 ആണ്, ഒറിജിൻ OS 6 ആണ് വന്നിരിക്കുന്നത്. ആൻഡ് പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റിന്റെ പ്രോമിസ് ഐക്യു ഇവിടെ ചെയ്തിട്ടുണ്ട്. ഐക്യു ആയതുകൊണ്ട് എനിക്ക് സംശയങ്ങളൊന്നുമില്ല, അവരെന്തായാലും അപ്ഡേറ്റ് തരും. ആക്ച്വലി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടയിൽ അപ്ഡേറ്റ് വന്നായിരുന്നു. ഞാനൊരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഫൺ ടച്ച് OSുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡ് ആണ് എന്ന് വിചാരിച്ച് മാർക്കറ്റുള്ള
ആയിട്ടുള്ള ഏറ്റവും മികച്ച UI ആണ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ വെരി വെരി ഗുഡ് അപ്ഗ്രേഡ്. കാരണം പണ്ടൊക്കെ ഐക്യു ആണെങ്കിലും വിവോയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഫൺ ടച്ച് OSന്റെ എക്സ്പീരിയൻസ് ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ ആ ഒരു സംഭവം ഉണ്ട്. പക്ഷേ ഇപ്പം ആ ഒരു ഡൗട്ട് എൻ്റെ മനസ്സിലില്ല. അതായത് ഇറ്റ്സ് ഗുഡ്, നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന ഒറിജിൻ ഐലൻഡ് ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ലൈവ് ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് ഈവൻ നമുക്ക് ഡ്രാഗ് ആൻഡ് ഗോ ഫീച്ചറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു അത് വാട്സാപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നേരെ ഡ്രാഗ് ചെയ്തിട്ട് വാട്സാപ്പ് ആപ്ലിക്കേഷനിലേക്ക് അങ്ങ് ഇട്ടാൽ മതി, എന്നിട്ട് സെൻഡ് ചെയ്യാം. പിന്നെ വിവോയുടെ ഓഫീസ് കിറ്റ് ഉണ്ടല്ലോ, അതിവിടെ ഉണ്ട്. അതായത് പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി ഇത്രയും പൈസ കൊടുത്ത് ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് PC-യുമായിട്ട് അല്ലെങ്കിൽ ഈവൻ മാക്ബുക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ കഴിയണം. സോ വിവോയുടെ കിറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഫോൺ മിറർ ചെയ്യാൻ പറ്റും, ഈസിലി ഫയലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. പിന്നെ ഞാൻ ആക്ച്വലി സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മൾട്ടി ടാസ്കിംഗ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. സോ സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോണ്ടല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മേളുള്ള വിൻഡോയുടെ സെപ്പറേറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും, താഴെയുള്ള ആപ്പ് അല്ലെങ്കിൽ താഴെയുള്ള വിൻഡോയുടെ സെപ്പറേറ്റ് സ്ക്രീൻഷോട്ട്സ് എടുക്കാൻ പറ്റും. ഇത് ഞാൻ ആക്ച്വലി മറ്റ് ഫോൺസിലൊന്നും കണ്ടിട്ടില്ല. സോ ഒരു യൂണീക്ക് ഫീച്ചർ ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒറിജിനോയ് 6നെ കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, ഇൻ ഡെപ്ത് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചില ഫീഡ്ബാക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല, ഒറിജിൻ ഐലൻഡ്, അവിടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഫോർ എക്സാമ്പിൾ സ്വിഗ്ഗി, സൊമാറ്റോ, അതിന് വേണ്ടിയുള്ള സപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. ഈവൻ ഊബർ ആണെങ്കിലും. കാരണം ഇപ്പം നിലവിൽ കണ്ടില്ലേ, ഐക്യൂടെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഐക്യൂടെ ഫീച്ചേഴ്സ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ ഒറിജിൻ ഐലൻഡ്. മറ്റു ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് ഹോട്ട്സ്പോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്, ക്യാമറ ഓപ്പൺ ചെയ്യും, എന്നിട്ട് ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യും. അങ്ങനെ നമുക്ക് ആ ഒരു ഹോട്ട്സ്പോട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഐക്യു 15-ൽ അത് വർക്ക് ആവുന്നില്ലായിരുന്നു. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മറ്റെല്ലാ ഫോൺസിൽ വരുന്ന റിപ്പയർ മോഡൊക്കെ ഉണ്ടല്ലോ, മെയിൻ്റനൻസ് മോഡ്, വളരെ യൂസ്ഫുൾ മോഡാണ്. സോ ആ മോഡും അവരുടെ ഐക്യു 15-ൽ കൊണ്ടുവരണം അപ്ഡേറ്റിലൂടെ. സോ പെർഫോമൻസ് സ്ട്രോങ് ആണ്, ഡിസ്പ്ലേ ഫ്ലാഗ്ഷിപ്പ് ലെവലാണ്, സോഫ്റ്റ്വെയറിലും അത്യാവശ്യം നല്ല അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ക്യാമറയിലേക്ക് ഞാൻ വരാം, പക്ഷേ അതിനു മുമ്പ് ബാറ്ററി. 7000 mAh ഒരു മഹാ യമണ്ടൻ ബാറ്ററി കൊടുത്തിരിക്കുന്നതുകൊണ്ട് ബാറ്ററി നല്ലതാണ് എന്ന് ഞാനെടുത്ത് പറയേണ്ട ആവശ്യമില്ല, തീർച്ചയായിട്ടും. പിന്നെ ഐക്യൂടെ ബാറ്ററി ഓപ്റ്റിമൈസേഷൻ നോർമലി നല്ലതായിരിക്കും. ഞാൻ 2 തരത്തിലുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹെവി ടെസ്റ്റ്, അതായത് കുറേ ഗെയിമിംഗ് കാര്യങ്ങൾ, ഗെൻഷിൻ ഇമ്പാക്റ്റ് ആണെങ്കിലും BGMI ആണെങ്കിലും, നെറ്റ്ഫ്ലിക്സിൽ വീഡിയോ കാണുന്ന പരിപാടി, വാട്സാപ്പിൽ വീഡിയോ കോള്, ക്യാമറയിൽ വീഡിയോ റെക്കോർഡിംഗ്, 4K വീഡിയോ റെക്കോർഡിംഗ്, ഇങ്ങനത്തെ ഹെവി ആക്ടിവിറ്റീസ് ചെയ്തപ്പോൾ എനിക്ക് ഏകദേശം 9 മണിക്കൂറിന് സീറോ ടൈമാണ് കിട്ടിയത്. ഓക്കെ, വളരെ ഹെവി ആക്ടിവിറ്റീസ് ആണ്, നിങ്ങളൊന്നും ഇങ്ങനെ ഉപയോഗിക്കാൻ പോകുന്നില്ല. പക്ഷേ ആസ് എ റിവ്യൂവർ 2 രീതിയിലും ടെസ്റ്റ് ചെയ്യണമല്ലോ. എന്നാൽ നോർമൽ യൂസേജ് ചെയ്ത് നോക്കിയപ്പോൾ, അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഫോൺ കോൾ, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, സോഷ്യൽ മീഡിയ, അതായത് ഒരു ശരാശരി ആൾ ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിച്ച് നോക്കിയപ്പോൾ 8.5 മണിക്കൂറിന് സീറോ ടൈമാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഹെവി ഉപയോഗിച്ചപ്പോൾ 9.5 മണിക്കൂർ, ഇവിടെ 8.5 മണിക്കൂർ. കാരണം ഈ 8.5 മണിക്കൂറിന് ശേഷവും ഏകദേശം 35-36% ബാറ്ററി ഇനിയും ബാക്കി ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ഈസിലി 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഈവൻ 1.25, പിന്നെ ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ 2 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ബാറ്ററി ബാക്കപ്പിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആ ടെൻഷൻ വേണ്ട. അതായത് രാവിലെ നിങ്ങൾ ചാർജ് ചെയ്ത് ഇറങ്ങി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നിൽക്കുമോ എന്നൊരു പേടി ഉണ്ടല്ലോ നോർമലി ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലൊക്കെ. ഇവിടെ ആ ഒരു പേടി വേണ്ട. ഇനി ബാറ്ററി തീർന്നു പോയാലും ചാർജിങ് ഡിപ്പാർട്ട്മെന്റ് സോളിഡ് ആണ്. 100 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബോക്സിൽ ചാർജറും കൊടുത്തിട്ടുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയതുകൊണ്ട് അത് എടുത്ത് പറയണം. 40 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ സോളിഡ് പെർഫോമൻസ് ഉണ്ട്, ഡിസൈൻ കൊള്ളാം, ഡിസ്പ്ലേ ഇസ് വെരി നൈസ്, ഫ്ലാഗ്ഷിപ്പ് ലെവൽ, നല്ല കിടിലൻ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പലരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമാണ്, ഫ്ലാഗ്ഷിപ്പ് പ്രൈസിങ്ങിലൊക്കെ വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, സോ ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ക്യാമറ പെർഫോമൻസ് കൊള്ളാമോ? എൻ്റെ 1 മാസത്തെ ഉപയോഗത്തിൽ എനിക്ക് ആക്ച്വലി ക്യാമറ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എവിടെയൊക്കെയാണ് എനിക്ക് പോരായ്മകൾ തോന്നിയത് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഓവറോൾ ഐ ലൈക്ക് ദ ക്യാമറ പെർഫോമൻസ്, പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫി പെർഫോമൻസ് ആണെങ്കിലും. വിവോയുടെ X സീരീസിന്റെ ലെവൽ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അത്രയില്ല, പക്ഷേ ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. എന്നെ പ്രത്യേകിച്ചും ഇംപ്രസ് ചെയ്തത് പോർട്രേറ്റ് ഫോട്ടോസ് ആണ്. അതായത് ഈ ഫോട്ടോ കണ്ടു നോക്കുക, ഇത്ര ദൂരെ നിന്ന് എടുത്തിട്ടും എൻ്റെ തലമുടി കാര്യങ്ങളൊക്കെ വളരെ നല്ലോണം അത് കട്ടൗട്ട് ചെയ്തിട്ടുണ്ട്. വിവോയുടെ ആ ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, ക്യാമറ പ്രോസസ്സിംഗ് പോർട്രേറ്റിലൊക്കെ, അത് ഇവിടെ ആക്ച്വലി ഉണ്ട്. എഡ്ജ് ഡിറ്റക്ഷൻ ആണെങ്കിലും ബൊക്കെ ആണെങ്കിലും നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 50 മെഗാപിക്സൽ അൾട്രാവൈഡ്, 3x ഓപ്റ്റിക്കൽ സൂം ഉള്ള 50 മെഗാപിക്സൽ ടെലിഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഇതിൻ്റെ ക്യാമറ UIയിൽ കുറേ മോഡുകളുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ടെക്സ്ചർ, വിവിഡ്, നാച്ചുറൽ. എനിക്ക് പേഴ്സണലി വിവിഡ് ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അതായത് സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് എന്ന് പറയുന്നത്, നല്ല സ്കിൻ ടോൺ, നല്ല കളേഴ്സ്, പലർക്കും അത് ഇഷ്ടമാണ്. സോ ആ ഒരു മോഡലാണ് ഞാൻ എല്ലാ ഫോട്ടോസും എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് അത്രയും കളേഴ്സ് വേണ്ടെങ്കിൽ
നാച്ചുറൽ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ബട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ഓവർ സാച്ചുറേറ്റഡ് ആയിട്ടൊന്നും തോന്നിയില്ല. ഇറ്റ്സ് നൈസ്, കളേഴ്സ് ആർ ഗുഡ്, നല്ലൊരു ബാലൻസ്ഡ് ഫീൽ ആണ് കിട്ടുന്നത്. ഈവൻ ലോ ലൈറ്റ് സിറ്റുവേഷൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ ഇൻഡോർ ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും നല്ലതാണ്. എക്സ്ട്രീം ഡാർക്ക് സിറ്റുവേഷൻ വരും, അതായത് ലൈറ്റ് കണ്ടമാനം കുറവാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള സ്കിൻ ഉണ്ടല്ലോ അത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വെച്ച് എടുത്തിരിക്കുന്ന സെൽഫി ഫോട്ടോസ് വളരെ വളരെ നല്ലതാണ്. ഒരു വിവോയുടെ സെൽഫി ക്യാമറയുടെ ഒരു പെർഫോമൻസ് ഇവിടെ കാണാനുണ്ട്. ഇറ്റ്സ് വെരി വെരി നൈസ്. ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് 8K 30 FPS വരെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോസ് ഒക്കെ 4K 60 FPS ആണ്. ഈവൻ സെൽഫി ക്യാമറയിൽ നമുക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. സ്റ്റേബിൾ വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. വീഡിയോ പെർഫോമൻസ് ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അതായത് ഫോട്ടോഗ്രാഫി പെർഫോമൻസ് ഉണ്ടല്ലോ ആ ലെവലിലേക്ക് ആക്ച്വലി വീഡിയോ വരുന്നില്ല. സോ നിങ്ങളുടെ മെയിൻ ഉദ്ദേശം കോണ്ടന്റ് ക്രിയേഷൻ, അതായത് വീഡിയോ ആണ് നിങ്ങളുടെ മെയിൻ ഐറ്റം, ഇതിനേക്കാളും മികച്ച വീഡിയോ പെർഫോമൻസ് ഉള്ള ഫോൺസ് നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടും. ആസ് എ ഹോൾ, അതായത് ഒരു ക്യാമറ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് ക്യാമറ പെർഫോമൻസ്, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫി ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ ഫോട്ടോസ്. പിന്നെ നിങ്ങൾക്ക് കാഷ്വലി വീഡിയോ റെക്കോർഡിങ്ങിന് വേണ്ടിയൊക്കെ ഒരു ഫോൺ വേണമെങ്കിൽ അതിന് വേണ്ടി ഇത് ഓക്കെ ആയിരിക്കും. സോ ഈ iQOO 15ന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 72,999 രൂപ. പക്ഷേ ലോഞ്ച് ആയ അന്ന് തൊട്ട് ഇന്നേ വരെ അവർ ആ ഡിസ്കൗണ്ട് എടുത്ത് മാറ്റിയിട്ടില്ല. ഇപ്പോഴും ഡിസ്കൗണ്ട് അവർ iQOOയുടെ വെബ്സൈറ്റിൽ തന്നെ 4,000 റുപ്പീസിന് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പ്രൈസ് ലേശം ഹയർ സൈഡിലായിരുന്നു, യെസ് തീർച്ചയായിട്ടും. പക്ഷേ iQOO മാത്രമല്ല മിക്ക എല്ലാ കമ്പനികളും പ്രൈസ് കൂട്ടിയിട്ടുണ്ട്, അറിയാലോ. സോ നിങ്ങൾ അതനുസരിച്ച് വേണം, അതായത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് വേണം ഡിസിഷൻ എടുക്കാൻ. സോ ഈ ഫോൺ നോക്കുകയാണെങ്കിൽ ഡിസൈൻ ബിൽഡ് നല്ലതാണ്, ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, വളരെ നല്ല പെർഫോമൻസ് തരുന്ന ഫോണാണ്. ബാറ്ററി ബാക്കപ്പ് ഈസ് വെരി വെരി സ്ട്രോങ്. പ്രത്യേകിച്ചും ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. വിവോയുടെ ആ ഒരു പ്രോസസ്സിംഗ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല സ്കിൻ ടോണും കാര്യങ്ങളും കളേഴ്സൊക്കെ ഉള്ള ഫോട്ടോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഈ iQOO 15 ഒരു ഗെയിമിംഗ് ഫോൺ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഫോൺ മാത്രമല്ല, ഇത്തവണ iQOO മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലും അപ്ഗ്രേഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഓവറോൾ പാക്കേജ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഓവറോൾ പാക്കേജിൽ താല്പര്യമുണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിന്റെ സ്മോൾ ബ്രദറായ iQOO 15R, അതായത് അടിപൊളി വാല്യൂ ഫോർ മണി ഫോൺ എന്ന് പറയപ്പെടുന്ന iQOO 15R വീഡിയോ ചെക്ക്ഔട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.